അങ്ങനെ ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടും കൂടി പുറത്തു പോകാനായിട്ട് നിൽക്കുകയാണ്. ഹീറോയിൻ അവളെ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഊരാനായിട്ട് നോക്കും. ആ ബോയ് ഫ്രണ്ട് നീ എന്തായി കാണിക്കുന്നത്, ഈ ഡ്രസ്സ് ഊരിയാൽ നീ ഭയങ്കര തടിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായി, ചേരുന്ന ഡ്രസ്സ് ഇട്ടാൽ പോരെയെന്ന് വെച്ച് കളിയാക്കുന്നു. ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഹീറോയിൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഈ ബോയ് ഫ്രണ്ട് ഹീറോയിനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ആ ബോയ് ഫ്രണ്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഹുവായിലേക്കുള്ള ടൂറിന്റെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. കൂടെ ഹീറോയിൻ അവിടെ ചെന്നിട്ട് ഇടാനുള്ള ഒരു ബീച്ച് സൂട്ടും കൂടി കാണിച്ചു കൊടുക്കുന്നു. ആ ബോയ് ഫ്രണ്ട് ആണ് ഇതൊക്കെ നീട്ട കോമഡി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. എന്നിട്ട് നിന്റെ സൈസ് എൻ്റെ സൈസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, സോ എനിക്ക് നീയായിട്ട് ഒരു റിലേഷന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്ത് അവിടുന്ന് പോവാണ്. ഹീറോയിന് ഭയങ്കര വിഷമാവുന്നു. ആ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു പണക്കാരി പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് അവളായിട്ട് റിലേഷനിലാവുന്നു. ആ പെണ്ണാണെങ്കിൽ ഇവന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ഇവൻ എങ്ങനെയാണോ ഹീറോയിനോട് പെരുമാറിയത് അതുപോലെ തന്നെയാണ് ആ പുതിയ ഗേൾ ഫ്രണ്ട് ഇവനോടും പെരുമാറുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഹീറോയിനെ അവളുടെ പുതിയ ബോയ് ഫ്രണ്ടിനെ ഇവൻ കാണുകയാണ്. ഇവനാണെങ്കിൽ ഹീറോയിന്റെ പുതിയ ബോയ് ഫ്രണ്ടിനോട് ഇവള് ഭയങ്കര തടിച്ചിട്ടല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവളെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പുതിയ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് അവളുടെ ശരീരത്തെ അല്ല അവളുടെ ക്യാരക്ടറാണെന്ന് പറയുന്നു.